ഹലോ ഗൈസ്, വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പൊതുവേ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജോ ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത്, പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ, രോമാഞ്ചം മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ, അവര് അതിലേതൊരു വൈറ്റ് ഷോട്ടിൽ എൻ്റെ ഒരു നേവൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അവരത് ഭയങ്കര വൈറ്റ് ഷോട്ടിൽ നിന്ന് അവന്മാരത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് അവന്മാരുടെ മീഡിയാസിലൊക്കെ ഇട്ടു. അതെടുത്ത് ഒരുപാട് പേജസിലിട്ടു. ഇന്ന് അവന്മാരുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്മാരുടെ അക്കൗണ്ട് പോയി. ഇത് എവിടൊക്കെ വരുമോ എനിക്കറിയില്ല. ആരും ഇത് പ്രതികരിക്കാത്തോണ്ടായിരിക്കും. എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അത് ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരുമോ ആ അക്കൗണ്ടൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ലതും വരാനും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വായിരിക്കുന്ന പച്ചത്തെറി കേൾക്കുന്നുണ്ട്. എനിക്കറിയാം ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നും അല്ല, അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ വന്ന് പറയുന്നതല്ല, ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ, നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എൻ്റെ സാധനങ്ങൾ ഇട്ടാ പണി കിട്ടും. അപ്പം അത്രയേ ഉള്ളൂ. പാർവതി കൃഷ്ണ. അപ്പൊ ഇവരെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമേനകത്ത് മറ്റേ നിവിൻ പോളി വന്നിട്ട് മറ്റേ മാസ് ഡയലോഗ് അടിക്കുമല്ല, മറ്റേ പട്ടികളെ എന്ന് വിളിച്ചിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ, അതായത് ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗിന്റെ സമയത്ത് അവിടെ ആങ്കറായിട്ട് നിൽക്കുന്നതും ഈ പുള്ളിക്കാരിയാണ് അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ ഈ പാർവതിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയൊരു കേസ് എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ഇതിന് പ്രതികരിച്ചല്ല. അതായത് പലരും പ്രതികരിക്കാത്തൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയേക്കണം. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചാനലുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ആൾക്കാരുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി പോകുന്ന ടൈപ്പ് ചാനലുകൾ. അങ്ങനത്തെ ചാനലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാമിനകത്ത് അക്കൗണ്ടുകൾ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിനകത്താണെങ്കിൽ യൂട്യൂബിനകത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതേപോലുള്ള അക്കൗണ്ടുകൾക്കെതിരെ അപ്പൊ പല നടിമാരും ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ക്ലീവേജ് ഒക്കെ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇവരെ അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ചാനലുകൾക്കെതിരെ ഒരാളെങ്കിലും പ്രതികരിച്ച് കണ്ടതിൽ സന്തോഷം. അതെനിക്ക് ഫസ്റ്റ് തന്നെ തോന്നിയ കേസ്. പിന്നെ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ പറയാം, ഇത് ഇനി എങ്ങാനും ആരെങ്കിലും ഒഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതേപോലെ തന്നെ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു ലോജിക്കലി തിങ്കിങ് വെച്ചിട്ട് ഞാൻ പറയണതാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ രോമാഞ്ചം മീഡിയ എന്ന് പറയുന്ന ഒരു മീഡിയയുടെ കേസ് ഇവർ പറഞ്ഞു. അപ്പൊ ഞാൻ ആ അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കിയപ്പോഴത്തേക്കും ആ അക്കൗണ്ടിനകത്ത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടിമാരും അതേപോലെ ഇപ്പൊ നടിമാരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ ഓരോരോ അതായത് പ്രൈവറ്റ് പാർട്ട് കിട്ടുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് സൂം ചെയ്ത് ആ ഒരു സ്ഥലം മാത്രം എടുത്ത് ഇടുന്ന അങ്ങനെയായിട്ടാണ് എനിക്കത് കണ്ടിട്ട് തോന്നിയേക്കുന്നത്. പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതെന്നൊക്കെ പറഞ്ഞ പബ്ലിക്കായിട്ട് ഇപ്പൊ ഈ പാർവതിയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും പാർവതിയുടെ ഈ നേവൽ കണ്ടു എന്ന് പറയുന്ന വീഡിയോ അത് ഇവർക്ക് പബ്ലിക്കായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ ഈ BTS നിങ്ങൾ അതിന്റെ അപ്ലോഡ് ചെയ്തതാണെങ്കിലും അത് നിങ്ങൾ പബ്ലിക്കായിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. പബ്ലിക്കായിട്ട് വരുന്ന ഒരു കാര്യം എടുത്തു വെച്ചിട്ട് അതിപ്പോ സൂം ചെയ്തോ സൂം ചെയ്യാണ്ട് ഇടണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതിപ്പോ അവര് സൂം ചെയ്തിട്ട് ഇട്ടാലും അത് ഇടുന്നത് ഉളത്തരമാണ്, അതൊരു കേസ്. പക്ഷെ നമ്മൾ ലോജിക്കലൊന്നും ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും അത് അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അതൊരു വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തിനാ പബ്ലിക്കിനകത്തേക്ക് ഇടുന്നത്? അത് എൻ്റെ ഒരു ഡൗട്ടാണ്. നിങ്ങളത് പബ്ലിക്കിനകത്തേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഓരോ ഇതേപോലെയുള്ള അക്കൗണ്ടുകൾ എടുത്ത് ഇമാതിരി വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഭയങ്കര വിഷയമായിട്ടുണ്ട്. ഇതിപ്പോ ഈ ചാനലുകൾ അത് ഇപ്പൊ ഒരു നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ച് മോർഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെങ്കിൽ അപ്പൊ നമുക്ക് അതിനെ പ്രതികരിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ഇപ്പൊ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേസ് കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇപ്പൊ മോർഫ് ചെയ്തിട്ടാണ് അവരാ ചെയ്യുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ഇവിടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അപ്ലോഡ്
അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനകത്തുനിന്ന് എടുത്തിട്ടാണ് അവർ ഈ പറഞ്ഞ പോലെ സൂം ചെയ്തിട്ട് ഇടുന്നത്. അപ്പം അത് അത്രയ്ക്ക് വലിയൊരു കുറ്റമാണോ, ഒരു തെറ്റാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല മീഡിയകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു നടിമാരൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊക്കത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്ടൊക്കെ കിട്ടുന്ന രീതിക്കാണ് ഇവർ ക്ലീവേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിക്കാണ് ഇവർ വീഡിയോ എടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ സാരിയൊക്കെ കൊടുത്താണ് പോകണമെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ നെവൽ കിട്ടുന്ന രീതിക്കൊക്കെ എടുത്തിട്ട് വീഡിയോ ഇടുന്ന പല ചാനലുകളുണ്ട്. നീലക്കുയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല ചാനലുകളും ഉണ്ട്. അപ്പം ഇമാതിരി ചാനലുകളെ അല്ലേ നമ്മൾ ആദ്യം ഓടിക്കേണ്ടത്. കാര്യം അവരുടെയൊക്കെ ചാനലല്ലേ ആദ്യം ടെർമിനേറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ വരുന്ന വീഡിയോ ക്ലിപ്പുകൾ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് ഇടുന്നത് എല്ലാം മൂളത്തരങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ ആദ്യം ഇതേപോലെ ടെർമിനേറ്റോ അല്ലെങ്കിൽ കേസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഇതേപോലെ ഓരോ നടിമാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊക്കത്തുനിന്ന് വീഡിയോ എടുക്കണം അങ്ങനത്തെ ചാനലുകളല്ലേ. കാര്യം അവരാണല്ലോ ഇതേപോലെയുള്ള കാര്യങ്ങൾ പബ്ലിക്കിനകത്തേക്ക് വിടുന്നത്, മെയിനായിട്ടും വിടുന്നത്. പിന്നെ ഈ നടിമാരൊക്കെ ഓബ്വിയസ്ലി വിടുന്നുണ്ട്. പക്ഷെ അതെടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇവർ വേറെ ഒന്നും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വീഡിയോ എന്താണോ അതാണ് അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പം അതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്ത ഒരു ചാനൽ അടിച്ചു കളയാൻ മാത്രം അത് അത്രയും ഒരു ഇതായിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു ഡൗട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ കമന്റ് ഇടാം. പിന്നെ ഇതിന്റെ വേറൊരു സൈഡും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ പാർവതിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയ ബീച്ച് സൈഡിനകത്തുള്ള ഒരു ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴത്തേക്കും അവിടെ വന്ന ഒരു BTS എടുത്തിട്ടാണ് ഈ പുള്ളി ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പാർവതിയുടെ ഇഷ്ടമാണ്, പാർവതിയുടെ കണ്ടന്റ് ആരൊക്കെ ഇടണം ആരൊക്കെ ഇടണ്ട എന്നൊക്കെ ഉള്ളത് പാർവതിയുടെ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങൾ കേസ് കൊടുത്തതിൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ കണ്ടന്റാണ്, നിങ്ങളുടെ കണ്ടന്റ് ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അതിനെതിരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ഫോർവേഡ് ചെയ്യാം. അതിനകത്തൊന്നും യാതൊരു വിഷയമില്ല. പിന്നെ പുള്ളിക്കാരി ചോദിക്കുന്നൊരു കേസുണ്ട്, അതായത് ഈ പല നടിമാരും എന്തുകൊണ്ടാണ് ഇതിനകത്ത് പ്രതികരിക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരു കണക്കിന് വേറെ നടിമാർക്ക് എങ്ങനെ എല്ലാവർക്കും ഒരേ രീതിക്ക് തന്നെയാണ് ഇത് എടുക്കണതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലരും ഇത് വെച്ചിട്ട് അവർക്ക് റീച്ച് കിട്ടും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അത് നമുക്ക് ഒരു കാറ്റഗറി മാത്രമാണ് ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മിക്ക നടിമാർക്കും ഇതൊരു അരോചകമായിട്ടായിരിക്കാം തോന്നുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ചിലർക്കൊക്കെ ഇതുവഴി ഞങ്ങളെ കുറെ പേരും കൂടെ അറിയുമല്ലോ, ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര രീതിക്ക് ഫേമസ് ആവാൻ പറ്റുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എല്ലാവരെയും നമുക്ക് ഈ ഒരു കാറ്റഗറിനകത്ത് പെടുത്താൻ പറ്റില്ല എന്നുള്ളത് വേറൊരു കേസ്. പിന്നെ ഈ പാർവതി കേസ് കൊടുക്കുന്നതും കേസ് കൊടുക്കാത്തതൊക്കെ പാർവതിയുടെ ഇഷ്ടമാണ്. ഇപ്പൊ പാർവതി കേസ് കൊടുത്തിട്ട് ആ ഒരു ചാനൽ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി അത് ചെയ്തു, അത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിനകത്ത് നമുക്കൊന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ അത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. അപ്പൊ പാർവതി എങ്ങനെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ജസ്റ്റ് നിങ്ങളോട് ചോദിച്ചു എന്നുള്ളൂ. അപ്പം നിങ്ങൾ ഒഫൻഡഡ് ആയെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബിസി.